മൈക്രോസോഫ്റ്റിന്റെ സഹസ്ഥാപകൻ പോൾ അലന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായി ലോകത്തിലെ ഏറ്റവും വലിയ വിമാനം ആകാശത്തേക്ക് ചിറക് വിരിച്ചുയർന്നു. 1947 പറന്ന ഹെവാർഡ് ഹ്യൂഗ്സിന്റെ സ്പ്രൂസ് ഗ്യൂസിനേക്കാൾ വലിപ്പമേറിയ സ്ട്രാറ്റോ ലോഞ്ച് എന്ന ഭീമൻ വിമാനം കാലിഫോർണിയയിലെ മോജാവെ എയർ ആൻഡ് സ്പേസ് പോർട്ടിൽ നിന്നുയർന്ന് 2 മണിക്കൂർ നേരം ആകാശത്ത് പറന്നു. ഇരുപത്തിയെട്ട് വീലുകൾ, 2 പുറംചട്ട, 6 747 ജെറ്റ് എഞ്ചിനുകൾ എന്നിവയുള്ള വിമാനത്തിന്റെ ചിറകുകളുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അകലമുണ്ട്. സ്കെയിൽഡ് കോമ്പോസിറ്റ്സ് എന്ന കമ്പനി നിർമ്മിച്ച വിമാനത്തിന് 3 റോക്കറ്റുകളെ ഒന്നിച്ച് വഹിക്കാനും വിക്ഷേപിക്കാനും കഴിവുണ്ട്. വ്യോമയുദ്ധത്തിന് പുതിയ മാനങ്ങൾ നൽകാൻ ഇത്തരം വിമാനങ്ങൾ സഹായിക്കും എന്നായിരുന്നു അലന്റെ നിഗമനം. കൂടാതെ ജ്യോതിശാസ്ത്ര പഠനങ്ങളിൽ ഇത്തരം വിമാനങ്ങൾക്കുള്ള സാധ്യതയും പഠന വിധേയമാക്കുന്നുണ്ട്. ബഹിരാകാശ ഗവേഷണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പെന്റഗൺ സ്ട്രാറ്റോ ലോഞ്ചിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2004 $10 മില്യൺ അൻസാരി എക്സ്പ്രസ് കരസ്ഥമാക്കിയിരുന്നു പോൾ അലൻ. ബഹിരാകാശ വിമാനത്തിനായി വൻ സാമ്പത്തിക നിക്ഷേപം തന്നെ അലൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ സന്ദേഹങ്ങളെ തുടർന്ന് ആ ആഗ്രഹം ഉപേക്ഷിച്ചു. തുടർന്ന് 2011 ലോകത്തിലെ ഏറ്റവും വലിയ വിമാനം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച് വീണ്ടും രംഗത്ത് തിരിച്ചെത്തി. എന്നാൽ തന്റെ ഏറ്റവും വലിയ സ്വപ്നം ചിറകുവിരിച്ചത് കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായില്ല. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. ആഭരണ പ്രേമികൾക്കിനി ആഘോഷത്തിന്റെ നാളുകൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ഓഫർ. കവിതയിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ, മെഗാ ബമ്പർ സമ്മാനമായി മാരുതി സുസുക്കിയുടെ സിയാസ് ആഡംബര കാർ സ്വന്തമാക്കാം. കൂടാതെ 6 ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ, ആഴ്ചതോറും ഗൃഹോപകരണങ്ങളായ TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് അവൻ എന്നീ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം. കവിത സന്ദർശിക്കൂ, ആനന്ദത്തിന്റെ ഈ ആഘോഷത്തിൽ പങ്കുചേരൂ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ഒറ്റപ്പാലം, വളാഞ്ചേരി, ചെറുപ്പുളശ്ശേരി, പൊള്ളാച്ചി.